എന്തൊക്കെയാണ് DMKയുടെ തയ്യാറെടുപ്പുകൾ? PV അൻവറിനെ എങ്ങനെ സ്വീകരിക്കാനാണ് അവരുടെ പരിപാടി? തീർച്ചയായിട്ടും വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് DMK പ്രവർത്തകർ ഇപ്പോഴുള്ളത്. തുറന്ന വാഹനത്തിൽ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ആ രീതിയിൽ കിട്ടാവുന്ന വാഹനങ്ങളൊക്കെ എത്തിച്ചതുകൊണ്ട് തവനൂരിൽ എത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് പോരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. ഇതിൽ പ്രധാനമായും ഇപ്പോൾ ജഡ്ജ്മെൻറ്റ് കിട്ടേണ്ടതുണ്ട്. ഇതുകൊണ്ട് അവിടെ തവനൂർ ജയിലിൽ എത്തേണ്ടതുണ്ട്. കാരണം 7 മണി വരെയാണ് ഇത്തരത്തിൽ ജഡ്ജ്മെൻറ്റ് അവിടെ എത്തിക്കുകയും അതോടൊപ്പം തന്നെ റിലീസ് അടക്കം വാങ്ങേണ്ടതും. ആ ഒരു ചെറിയ പ്രശ്നം ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ നമുക്ക് അത് അൻവറിൻ്റെ ബന്ധു കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ PV അൻവറിനെ ഇവിടേക്ക് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നത്? ഇപ്പോൾ കോടതി യാതൊരു തരത്തിലുള്ള നിബന്ധനകളും കൂടാതെ അനുവദിച്ചിട്ടുള്ള ഈ ജാമ്യം, ആ ജാമ്യം കിട്ടിയതിനനുസരിച്ച് അദ്ദേഹത്തെ ഇന്ന് റിലീസ് ചെയ്യാൻ സാധിക്കുമോ എന്നറിയില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയായി വളരെ വൈകിച്ചുകൊണ്ടാണ് ഇതിന് റിപ്പോർട്ട് കൊടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് 7 മണിക്ക് മുമ്പായി തവനൂരിൽ എത്തിക്കാൻ സാധിക്കുമോ എന്നറിയില്ല. എന്തായാലും ഈ റോഡ് വഴി ഇത്രയും ട്രാഫിക്കുള്ള സമയത്ത് അവിടെ എത്തിച്ചേരാൻ കഴിയുമോ എന്നറിയില്ല. എന്നാലും ഒരു ശ്രമം നടത്തി നോക്കുന്നുണ്ട്. സ്വീകരണ പരിപാടികളൊക്കെ എങ്ങനെയാണ്? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ DMKയുമായിട്ടുള്ള ബന്ധമല്ല. ഞാൻ അൻവറിൻ്റെ ബന്ധുവാണ്. കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ജനകീയ പോരാട്ടത്തിന് നമ്മുടെ കോൺഗ്രസിൻ്റെയും UDFൻ്റെ ഭാഗത്തുള്ള പിന്തുണയുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടും ബന്ധുവായി ഈ വിധി സ്വാഗതാർഹമാണ്. ഈ വിധി വളരെയധികം സ്വാഗതാർഹമാണ്. കേരളത്തിലെ പൊതുജനങ്ങൾക്കും കേരളത്തിലെ ജനാധിപത്യത്തിനും കിട്ടുന്ന ഒരു നേട്ടമായിട്ടാണ് ഈ വിധിയെ ഞങ്ങൾ കാണുന്നത്. ഏതായാലും ഇപ്പോൾ ഏത് രീതിയിലാണ് 7 മണിക്ക് മുമ്പായി തന്നെ ഈ വിധി അവിടെ എത്തിക്കുകയും അതോടൊപ്പം തന്നെ അവിടുന്ന് റിലീസ് ചെയ്യുകയും വേണമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. അനോട്ട ഒറ്റ കാര്യം, ഏത് രീതിയിലാണ് PV അൻവറിനെ കൊണ്ടുവരാനുള്ള ശ്രമം? ഏതായാലും PV അൻവറിനെ എത്തിക്കാനുള്ള തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായുള്ള തിരക്കാണ് പലർക്കും ഉള്ളത്. അഭിലാഷ്, ഇപ്പോൾ അദ്ദേഹത്തിന്റെ PV അൻവറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ജാമ്യം ലഭിച്ചിരിക്കുന്നു, കൂടെ നിന്നവർക്ക് അഭിവാദ്യങ്ങൾ, നേരിൽ കാണാം എന്നാണ് FB പോസ്റ്റ് വന്നിരിക്കുന്നത്. ചുരുക്കത്തിൽ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയുന്നത് പോലെ വലിയ സന്തോഷകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു കഴിഞ്ഞു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റോടുകൂടി വീണ്ടും രാഷ്ട്രീയ കേരളം PV അൻവറിനെ ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ അറസ്റ്റ് യഥാർത്ഥത്തിൽ PV അൻവറിന് രാഷ്ട്രീയമായി ഗുണം ചെയ്തിരിക്കുന്നു. കേവലം പ്രേരണാകുറ്റം മാത്രം ചുമത്താൻ കഴിയുന്നൊരു കേസിൽ ഒരു ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുക എന്ന നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ പോയതിനെക്കുറിച്ച് കേരളം ആലോചിക്കുന്നു എന്നതും വളരെ പ്രധാനമാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയനെതിരായിട്ടും P ശശിക്കെതിരായിട്ടും അതുപോലെ തന്നെ ADGP അജിത് കുമാറിനെതിരായിട്ടുമൊക്കെ അതിശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് PV അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. ആ ആരോപണങ്ങൾക്കൊക്കെ എതിരായിട്ടൊരു രാഷ്ട്രീയ പകപോക്കലിൻ്റെ അന്തരീക്ഷത്തിന് ഈ അറസ്റ്റ് അത്തരത്തിലൊരു രാഷ്ട്രീയ പകപോക്കലാണ് സംസ്ഥാന സർക്കാർ നടത്തിയതെന്ന് വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ വിലയിരുത്തുന്നൊരു സാഹചര്യമുണ്ടായി. വലിയൊരു അറസ്റ്റ് നിയമസഭയ്ക്കകത്ത് സ്പീക്കറിൻ്റെ ചേംബറിൽ കയറി അവിടുത്തെ കമ്പ്യൂട്ടറും കസേരകളും അടിച്ചു തകർത്ത പല ആളുകളും ഇന്ന് സംസ്ഥാന മന്ത്രിസഭയിൽ തുടരുന്നു, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയിൽ തുടരുന്നു. ആ അർത്ഥത്തിലൊക്കെ വലിയ ആക്രമണവും സംഘർഷവും നിയമസഭയ്ക്കകത്തുണ്ടായ അകത്ത് ചെയ്ത ആളുകൾക്കൊക്കെ സംരക്ഷണം നൽകുന്നു. അതേസമയം ഒരു ജനകീയ പ്രശ്നം ഉയർത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ കാട്ടാനയുടെ ചവിട്ടിക്കൊന്ന സാഹചര്യം ആവർത്തിക്കുന്ന ഇത്തരം സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ജനകീയ വിഷയം ഉയർത്തിക്കൊണ്ട് നടത്തിയ ഒരു ജനപ്രതിനിധിയുടെ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്ന വികാരം യഥാർത്ഥത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ നേട്ടമായിട്ട് ഈ അറസ്റ്റിനെ മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 125ഓളം പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് വീട് വളഞ്ഞുകൊണ്ട് ഒരു നിയമസഭാ സാമാജികനെ ഒരു ജനകീയ വിഷയം ഉന്നയിച്ച് പ്രതിഷേധം നടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുക എന്നുള്ള അപൂർവ സംഭവത്തിനാണ് ഇന്നലെ രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ചത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല. ആ സംഘർഷ സാഹചര്യത്തിൽ PV അൻവർ ഉണ്ടായിരുന്നില്ല. എന്നാൽ PV അൻവർ നേതൃത്വം കൊടുത്തൊരു പ്രതിഷേധ സമരത്തിനിടെ ഉണ്ടായിട്ടുള്ള സംഘർഷ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രേരണാകുറ്റം മാത്രമാണ് പോലീസിന് ചുമത്താൻ കഴിഞ്ഞത്. അത്തരത്തിൽ പ്രേരണാകുറ്റം വളരെ ദുർബലമായൊരു കുറ്റമാണ്. ആ ദുർബലമായ കുറ്റത്തിന് വളരെ പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടുമെന്ന് അറിയാമായിരുന്നിട്ട് കൂടിയും യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ PV അൻവറിനെ രാഷ്ട്രീയമായി പൂട്ടുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ മാനസികമായി തകർക്കുന്നതിന് വേണ്ടിയൊക്കെ കരുതിക്കൂട്ടി നടത്തിയ ഈ അറസ്റ്റ് നാടകം യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായിരിക്കുന്നു എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അത് PV അൻവറിന് ഗുണകരമായിരിക്കുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് PV അൻവർ കഴിഞ്ഞ ഏതാനും നാളുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയമായ ഒറ്റപ്പെടലുകൾക്ക് ഒരു അവസാനമായിരിക്കുന്നു. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട്
യു ഡി എഫിൻ്റെ വിവിധ ഘടകകക്ഷികളും യു ഡി എഫ് നേതൃത്വവും തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. അത്തരത്തിൽ യു ഡി എഫിലേക്ക് അൻവറിന് കടന്നു വരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിൽ ഈ അറസ്റ്റ് പങ്കുവഹിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം വിലയിരുത്താൻ. ഏതായാലും PV അൻവർ അല്പസമയത്തിനകത്ത് തന്നെ ജാമ്യം നേടിയ സ്ഥിതിക്ക് പുറത്തേക്ക് വരും. അതൊരു വലിയ ആഘോഷമാക്കാൻ തന്നെയാണ് അൻവറിൻ്റെ അനുയായികളും അൻവറിൻ്റെ പാർട്ടിയും തീരുമാനിച്ചിരിക്കുന്നത്. തുറന്ന ജീപ്പിൽ അദ്ദേഹത്തിന് വലിയ സ്വീകരണങ്ങൾ ഏർപ്പാടാക്കിക്കൊണ്ട് മുദ്രാവാക്യം വിളികളോടെ അദ്ദേഹത്തെ ഏറ്റെടുത്തുകൊണ്ട് മണ്ഡലത്തിലേക്ക് യാത്ര ചെയ്യാനാണ് DMKയുടെ തീരുമാനം. രാഷ്ട്രീയമായി ഒറ്റപ്പെട്ടു നിന്ന PV അൻവറിനൊരു വലിയ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കി കൊടുക്കുക മാത്രമാണ് ഈ അറസ്റ്റിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത്. അതിന് നിശ്ചയമായും ഈ സംസ്ഥാന സർക്കാർ ചെയ്ത ഈ വീഴ്ച യഥാർത്ഥത്തിൽ അതിന് സംസ്ഥാന സമ്മേളനങ്ങളുടെ ഘട്ടത്തിൽ സർക്കാരിന് CPM-ന് മറുപടി പറയേണ്ടി വരും. നമുക്കറിയുന്നത് പോലെ മലപ്പുറത്ത് സമ്മേളനം വളരെ സമാധാനമായി അവസാനിച്ചു. PV അൻവറിൻ്റെ പുറത്തേക്കുള്ള പോക്ക് അവിടെ ഒരു രാഷ്ട്രീയ വിഷയമായതേയില്ല. എന്നാൽ ഇനി നടക്കാനിരിക്കുന്ന ജില്ലാ സമ്മേളനങ്ങളിലും മറ്റും വളരെ കാര്യമായി തന്നെ ഈ അറസ്റ്റ് ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഫോളോ ഔട്ട് കൂടി സംഭവിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ അൻവർ ഒരു രാഷ്ട്രീയ അപ്രസക്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അറസ്റ്റ് നടത്തി അദ്ദേഹത്തിന് വലിയ നേട്ടം രാഷ്ട്രീയമായി ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ വിലയിരുത്തിയതുപോലെ വലിയ രാഷ്ട്രീയ നേട്ടം തന്നെയാണ് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ അറസ്റ്റിലൂടെ ഉണ്ടായിരിക്കുന്നത്.